ഹായ്, മലയാളി വാർത്താ ഹെഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ക്യാപ്റ്റൻ ജോയ്. കൽഹം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യയിൽ എല്ലാവരുടെയും രക്തം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ തിരിച്ചടിക്കും ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഈ ആത്മധൈര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതല്ല. അത് നമ്മുടെ പൊതുജീവിതത്തിൽ നമ്മൾ ആരെ പരിചയപ്പെടുന്ന എല്ലാവരും നോക്കിയാൽ മതി. ഈ ആത്മധൈര്യം ഉള്ളവർ വളരെ കുറവാണ്. മനുഷ്യൻ എപ്പോഴും ഭയത്തിലാണ് ജീവിക്കുന്നത്. എന്ത് സംഭവിക്കും, എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, ഓരോ കാര്യങ്ങളെപ്പറ്റി. ഒരു അസുഖം വരുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ തന്നെ ഒരു ലാബറട്ടറി ഓപ്പൺ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, ഭയം മൂലം. അപ്പം നമ്മൾ ഇന്ത്യക്കാർ 150 കോടി ഉണ്ടെങ്കിലും 15 കോടിയുള്ള രാജ്യത്തെ പോലും നമുക്ക് പേടിയാണ്. അതേ സ്ഥാനത്ത് 15 കോടി ജനങ്ങളുള്ള റഷ്യ, അവർക്ക് ലോകത്ത് ആരെയും പേടിയില്ല. അപ്പോൾ ചിലർ ചോദിക്കും, അവർക്ക് ആറ്റം ബോംബുണ്ട്. ആറ്റം ബോംബ് ഉള്ളത് കൊണ്ട് ധൈര്യം വരത്തില്ല. ഇപ്പൊ ഉക്രൈൻ റഷ്യക്കെതിരെ പോരാടുന്നു. ഉക്രൈൻ അണുവായുധമൊന്നുമില്ല. റഷ്യ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കുന്നുണ്ട്, ഞങ്ങളിപ്പോൾ അണുവായുധം ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ കീഴടങ്ങുന്നുമില്ല, യുദ്ധം നിർത്തുന്നുമില്ല. അവരുടെ നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചെടുക്കാനായിട്ട് അവർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ആത്മധൈര്യത്തിൽ നിന്നുണ്ടാകുന്ന. ആത്മധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ആയുധമോ അല്ല നമ്മുടെ ജനസംഖ്യ വെച്ചിട്ടുണ്ടാകുന്നതല്ല. നമ്മൾ ആയിരക്കണക്കിന് വർഷത്തോളം അടിമത്തത്തിൽ ജീവിച്ചവരാണ്. വിദേശികളെല്ലാം വന്ന് ഇവിടുത്തെ ആൾക്കാരെ കീഴടക്കി. വെറും 1% പോലും ഇന്ത്യയുടെ ജനസംഖ്യയുള്ള രാജ്യത്ത് പോർച്ചുഗീസ്, സ്പെയിൻ, ഇവരൊക്കെ വന്ന് നമ്മളെ ഭരിച്ചതാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സ്വന്തം വ്യക്തിത്വമില്ലായിരുന്നു. ശരി, ഭയത്തിൽ എപ്പോഴും ജീവിക്കുന്നത്. എല്ലാ ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും എല്ലാം എതിർത്തിട്ടും റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നില്ലേ? ഉക്രൈൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? റഷ്യയുടെ അധിനിവേശം, അവരുടെ എക്സ്പാൻഷനിസ്റ്റ് അജണ്ട, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. ഭൂപ്രകൃതിയുടെ ഏറിയ വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഡബിള്, ഇന്ത്യയുടെ 3 ഇരട്ടി എല്ലാം ഉണ്ട്. എന്നിട്ടും അവർക്ക് ഒരു ചെറിയ രാജ്യം കൂടെ പിടിച്ചാലേ സുരക്ഷിതത്വം ഉള്ളെന്നുള്ള ഭയം. അപ്പൊ അവരും ജീവിക്കുന്ന ഭയത്തിലാണ്. ഈ ഭയത്തിൽ നിന്നുള്ള ഒരു ഔട്ട് ബേസ്റ്റ് എന്ന് പറയും, ഒരു ബഹിർഗമനമാണ് ഈ കൂടുതൽ ഏറിയ പിടിച്ച് നമ്മുടെ അതിർത്തി കുറച്ചും കൂടെ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ സേഫ് ആകും എന്നുള്ളൊരു തോന്നൽ. ഇറ്റ്സ് ഓൺലി ആൻ ഇൻഡ്യൂഷൻ, ഒരു തോന്നലേ ഉള്ളൂ, ഒരു നിഗമനം. അതുകൊണ്ട് കുറച്ച് ഉക്രൈൻ്റെ ഏരിയയും കൂടെ കൂടിയിട്ട് റഷ്യയുടെ സുരക്ഷിതത്വം കൂടാനില്ല. എന്നാലും അവർക്ക് പേടി. പക്ഷെ അവരാരുടെയും വർത്തമാനം കേട്ടില്ല. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പം ശരിയാക്കും, അവരെ ഒരു പാഠം അവരുടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കനത്ത പാഠം പഠിപ്പിക്കും എന്നൊക്കെ ഉള്ളത് ഇപ്പൊ തണുത്ത് വരിക. കാരണം അമേരിക്ക അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എസ്കലേറ്റ് ചെയ്യരുത്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, തീവ്രവാദത്തിനെതിരായിട്ട് ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഇരിക്കും. നിൽക്കുന്ന അവർ പറയുന്നത്, അവർ നിൽക്കണ്ട, അവരിയ്ക്കട്ടെ. തീവ്രവാദത്തിനെതിരായിട്ട് നിങ്ങളുടെ കൂടെ എന്നും ഞങ്ങൾ നിൽക്കുമെന്ന് പറയുന്നത് എന്തോ കാര്യം ഇരിക്കുന്നു? അവർ കഴിഞ്ഞ 75 വർഷമായിട്ട് നിൽക്കുന്നതാണ്. എന്നിട്ട് തീവ്രവാദം കുറഞ്ഞോ? ഇല്ല. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ശത്രുക്കൾ ആരാ, മിത്രങ്ങൾ ആരാ എന്നുള്ളൊരു തിരിച്ചറിവ് കഴിഞ്ഞ 75 വർഷമായിട്ടില്ല. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ കാലം തൊട്ടേ ഐക്യരാഷ്ട്ര സംഘടന, ഇപ്പോൾ ഉള്ള ജനറേഷൻ ഒന്നും അറിയത്തില്ലായിരിക്കും. ഐക്യരാഷ്ട്ര സംഘടനയിലൊരു സെക്യൂരിറ്റി കൗൺസിലുണ്ട്, അവിടെ 5 പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ചൈനയെ കമ്മ്യൂണിസ്റ്റ് രാജ്യം ആയതുകൊണ്ട് ആദ്യകാലങ്ങളിൽ ഉൾപ്പെടുത്തിയില്ല, തൈവാനെയാണ് അതിൻ്റെ പകരം ചേർത്തത്. ഈ ചൈനയെ ഐക്യരാഷ്ട്ര സംഘടനയിൽ സെക്യൂരിറ്റി കൗൺസിലെ പെർമനന്റ് മെമ്പർ ആക്കണമെന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാദിച്ച രാജ്യം ഇന്ത്യ. നെഹ്റുവിൻ്റെ സമയത്ത് എന്നും എല്ലാ ഫോറങ്ങളിലും പറയായിരുന്നു, ചൈന ഇത്രയും ജനസംഖ്യയുള്ള രാജ്യമാണ്, അവരെയാണ് പെർമനന്റ് സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനന്റ് മെമ്പറായിട്ട് വെക്കണ്ടേ, അല്ലാതെ തൈവാനെ അല്ലെന്ന്. എന്നാൽ ഇന്ത്യക്ക് അന്ന് ഞങ്ങളും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്, ഞങ്ങളെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞ ഒറ്റയാളും പറഞ്ഞിട്ടില്ല. പറഞ്ഞ പോരായിരുന്നു.
ഒറ്റ പൊളിറ്റീഷ്യൻ ഇന്ത്യയിൽ പറഞ്ഞിട്ടില്ല ഇന്ത്യനെ പെർമനന്റ് മെമ്പറായിട്ട് സെക്യൂരിറ്റി കൗൺസിൽ വെക്കണം. അങ്ങനെയുണ്ട് തമാശ. ചൈനയ്ക്ക് വേണ്ടി നിരന്തരം 24 വർഷക്കാലം നമ്മൾ കിടന്ന് ബാധിച്ചു. 47 തൊട്ട് 71 ഒക്ടോബറിലാണ് ചൈനയ്ക്ക് പെർമനന്റ് മെമ്പറായിട്ട് സെക്യൂരിറ്റി കൗൺസിൽ കൊടുക്കുകയും തൈവാനെ ഒഴിവാക്കുകയും ചെയ്തു. അതാണ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 50 വർഷമായിട്ട് 71 തൊട്ട് ഇന്ന് വരെ നമ്മൾ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരം മെമ്പർ ആക്കണം എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം 150 കോടി. എന്നിട്ട് ഏറ്റവും കൂടുതൽ നമുക്കിട്ട് പാര വയ്ക്കുന്ന ചൈനയാണ്. ചൈനയുടെ ഈ തിരിച്ചറിവ് അന്നത്തെ ഇന്ത്യൻകാർക്ക് ഇല്ലാതെ പോയി. ദാറ്റ് വാസ് ദ പ്രോബ്ലം. തിരിച്ചറിവ്, വിസ്ഡം. ചൈനയെ എതിർക്കുന്നു, അമേരിക്കയെ എതിർക്കുന്നു. അമേരിക്കയെ നമ്മുടെ നേതാക്കൾ ചെല്ലുമ്പോൾ ഇതാ നാളെ സെക്യൂരിറ്റി കൗൺസിൽ. ഇവിടുത്തെ ലീഡേഴ്സൊക്കെ അമേരിക്കയിലോ ഒക്കെ ലണ്ടനിലോ ഫ്രാൻസിലെ പെർമനന്റ് മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും നാളെ നിങ്ങളെ ഇന്ത്യക്കാരെ പെർമനന്റ് മെമ്പർ ആക്കുന്നതിന് ഞങ്ങൾ വാദിക്കുന്നു പറയും. ഇന്ന് വരെ നടന്നോ? നടന്നില്ല. അതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ പോളിസി, ഡിപ്ലോമസി. ഇപ്പൊ തന്നെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തും, ഡിപ്ലോമാറ്റിക്കലി ഐസൊലേറ്റ് ചെയ്യുന്ന ഇത് കഴിഞ്ഞ് നമ്മൾ 75 വർഷമായിട്ട് പറയുന്നതാണ്. 75 വർഷമായിട്ട് ഇവിടെ തീവ്രവാദവും കാശ്മീരിൽ നിന്ന് കടന്നു വന്ന തീവ്രവാദികൾ കാശ്മീരിലും പഞ്ചാബിലും എല്ലായിടത്തും ആക്രമിക്കുന്നുണ്ട് കഴിഞ്ഞ 75 വർഷമായിട്ട്. അന്ന് തൊട്ട് നമ്മുടെ ഡിപ്ലോമാറ്റ്സ് പറയുന്നതാണ്, മന്ത്രിമാർ പറയുന്നതാണ് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തും. എന്നിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ട് ഈ ലോകത്ത് സൗഹൃദമുള്ള രാജ്യമാണ്, നമ്മളെക്കാളും കൂടുതൽ സൗഹൃദമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ചൈനയായിട്ട് നല്ല ബന്ധം, റഷ്യയായിട്ട് നല്ല ബന്ധം, അമേരിക്കയായിട്ട് നല്ല ബന്ധം, ലണ്ടനുമായിട്ട് നല്ല ബന്ധം, ഫ്രാൻസുമായിട്ട് നല്ല ബന്ധം. നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്ന, പക്ഷെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മളാണ്. പക്ഷെ നമുക്ക് ഫോറിൻ പോളിസി നമ്മുടെ ശക്തിക്കനുസരിച്ച് ലിവറേജ് ചെയ്യാൻ അറിയത്തില്ല. നമ്മുടെ നേതാക്കന്മാർക്ക് അറിയത്തില്ല. നേതാക്കന്മാർ ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റലി നമ്മൾ ഭീരുക്കളാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ഭയത്തിൽ നിന്നാണ് നമ്മുടെ റിയാക്ഷൻസ് വരുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ആണവ രാജ്യമാണെന്ന് പണ്ട് തൊട്ടേ ഇവിടുത്തെ ഒരു കൂട്ടം ട്രംപിടിക്കാൻ തുടങ്ങി. എന്തേലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമെന്ന് കാണുമ്പോഴേ ഇവിടെയുള്ള ഒരു മെജോറിറ്റി ആൾക്കാർ പറയും പാകിസ്ഥാൻ അനുഭവമുണ്ട്, സൂക്ഷിക്കണം. അപ്പം നമ്മുടെ മെൻറ്റാലിറ്റിയാണ് ഉക്രൈൻകാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഉക്രൈന് വിത്തിൻ 24 hours റഷ്യയുടെ കയ്യിലായേനെ. യുക്രൈൻ ആറ്റം ബോംബ് ഇല്ലാഞ്ഞിട്ട് അവർ പിടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് വാദിക്കാൻ ലോബികളുണ്ട്. അപ്പം നമ്മുടെ തന്നെ ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, ഇവർ മൂന്നും എപ്പോഴും ഇന്ത്യക്കെതിരെ, ഇന്ത്യയിലുള്ള തീവ്രവാദം ഖാലിസ്ഥാൻ മൂവ്മെൻ്റ് എല്ലാം താവളയുടെയാണ്. ഇന്ത്യനെ എപ്പോഴെല്ലാം എവിടെയെല്ലാം ഉപദ്രവിക്കാൻ പറ്റുമെന്ന് നോക്കുന്ന രാജ്യങ്ങളാണ് ഇവ. എന്നിട്ട് ഇവരുടെ കൂടെ എന്തുകൊണ്ട് ഇന്ത്യ ചേർന്നിട്ട് ക്വാഡ് ഫോർമേഷൻ ഉണ്ടാക്കി? ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ക്വാഡ്. ജപ്പാൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, അമേരിക്ക, ഇന്ത്യ. ഇന്ത്യക്ക് അവിടെ കൂടേണ്ട ആവശ്യമുണ്ട്. അഥവാ കൂടുകയാണെങ്കിൽ തന്നെ പറയണമായിരുന്നു ഈ ഖാലിസ്ഥാനികളിലെ ടെററിസ്റ്റ് തീവ്രവാദികൾക്ക് താവളം കൊടുക്കുന്ന ബ്രിട്ടനും കാനഡയും അവരെ തിരിച്ചിങ്ങോട്ട് ഇന്ത്യയിലോട്ട് അയക്കണമെന്ന്. അങ്ങനെയാണല്ലോ ഞങ്ങൾ ചേരുന്നുള്ളൂ. അപ്പം നമ്മൾ സിമ്പിളി ക്വാഡിൽ ചേർന്ന് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു ചൈനയ്ക്കെതിരായിട്ട്. എന്നിട്ട് ഈ ക്വാഡിലുള്ള ബാക്കി ഈ 3-4 രാജ്യങ്ങളും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും നമുക്കെതിരെ. ഈ പുറമെ പറയുന്നതേ ഉള്ളൂ. അത് ഫോറിൻ പോളിസി എങ്ങനെ നമ്മുടെ ശക്തിക്കനുസരിച്ച് ഈ ശക്തിയെ ഫ്ലെക്സ് ചെയ്യാൻ, മസിൽ ഫ്ലെക്സ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ ബോഡി ബിൽഡ് വണ്ണവൻ മസിൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ബോഡി ബിൽഡിങ് മത്സരത്തിൽ ജയിക്കുന്ന മസിൽ ഫ്ലെക്സ് ചെയ്യാൻ പഠിക്കും. ആ ഫ്ലെക്സിങ് നമ്മുടെ മോദിക്കുട്ടനും അറിയത്തില്ല. മോദിക്കുട്ടൻ കാര്യം വലിയ താടിയൊക്കെ വെച്ച് നടക്കുന്ന, താടിയുള്ള അച്ഛനെ എല്ലായിടത്തും പേടിയുണ്ടെന്ന് നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടു. പക്ഷെ ഈ താടിയുള്ള അച്ഛനെ ആർക്കും പേടിയില്ല. പുട്ടിനെ കണ്ടുപിടിക്കുക. പുട്ടിൻ 15 കോടി ജനങ്ങളെയും വെച്ചിട്ടാണ് അയാൾ ഈ ലോകത്തിൽ ആര് പറയുന്നതും കേൾക്കാതെ എല്ലാ രാജ്യവും യുക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, കീഴടക്കി സ്വന്തമാക്കാൻ. പണ്ട് ഇറാഖിൽ സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ച പോലെ. ആ പുട്ടിനെ കണ്ട് പഠിക്കട്ടെ. അണുവായുധം ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. അത് ഇങ്ങോട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ കയ്യിൽ അണുവായുധമുണ്ട്, നമുക്കെന്തിനാ പേടിക്കാനിരിക്കുന്നത്? ഇങ്ങോട്ട് ഒരു ഒരെണ്ണം ഉപയോഗിച്ചാൽ അങ്ങോട്ട് 10 ഉപയോഗിക്കണം.
അങ്ങനെ അത് പേടിപ്പിച്ചാൽ മതി. പാകിസ്ഥാനല്ല, ഏത് രാജ്യക്കാരും അടങ്ങി ഒതുങ്ങിയിരിക്കും. ഇപ്പൊ ചെയ്യേണ്ടതാണ് ഈ POK, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ പിടിക്കാനുള്ള അവസരം ഇതാ. മോദി കയറിയപ്പോഴേ പറഞ്ഞു പാക് ഓക്യുപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടെയാണ്, ഞങ്ങളത് എന്നേലും പിടിച്ചെടുക്കും. ദിസ് ഈസ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലും പിടിക്കുക, ലാഹോറും പിടിക്കുക. ലാഹോർ എന്നിട്ട് ഒരു ബാർഗെയിൻ ചിപ്സ് ആക്കി വെക്കാം, നെഗോഷിയേഷൻ. ഇതൊന്നും ആരും പറയുന്നത് കേൾക്കരുത്. ഇപ്പൊ റഷ്യ കേൾക്കാത്ത പോലെ അങ്ങോട്ട് കയറി ചെയ്യുക, അത്രേ ഉള്ളൂ. വരുന്നിടത്ത് വെച്ച് കാണുക. നമുക്കതിനുള്ള ശക്തിയുണ്ട്, കഴിവുണ്ട്, ആയുധബലമുണ്ട്, ആൾബലമുണ്ട്, എല്ലാം ഉണ്ട്. എവറിതിങ് ഈസ് ഉണ്ട്. വിൽ പവർ മാത്രമേ ഇച്ചിരി ലാഗിങ് ഉള്ളൂ. ഒൺലി ലാഗിങ് എലിമെന്റ് ഈസ് വിൽ പവർ. ഈ പാകിസ്ഥാന് കഴിഞ്ഞ 75 വർഷമായിട്ട് ഇങ്ങനെ നമ്മളെ ആക്രമിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് അവിടെ ബോംബിടുന്നു, ഇവിടെ കൊല്ലുന്നു. ഇങ്ങനെ ചൈനയ്ക്കെതിരെ ഏതെങ്കിലും രാജ്യത്തിന് ചെയ്യാനുള്ള ധൈര്യമില്ല. ഉത്തര കൊറിയക്കെതിരായിട്ട് ചെയ്യാൻ അമേരിക്കയ്ക്ക് പോലും ധൈര്യമില്ലല്ലോ ഇങ്ങനെ ഒരു ആക്രമണം. റഷ്യക്കെതിരെ എവിടെയെങ്കിലും ഒരു തീവ്രാക്രമണം നടത്താൻ ഇങ്ങനെ ഒരു നെയ്ബർഹുഡ് ചെറിയ രാജ്യത്തിന് ധൈര്യമുണ്ടോ? എന്തുകൊണ്ടില്ല? അവരുടെ റിയാക്ഷൻ ആയിരിക്കുമെന്നറിയാം. അപ്പൊ ഇങ്ങോട്ടൊന്ന് ചൊറിഞ്ഞാൽ അങ്ങോട്ടൊന്ന് മാന്തിയാൽ പോരാ. ഇങ്ങോട്ട് ചൊറിയുന്നതിനെ കൈ വെട്ടിയങ്ങളെ. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ് ടു ഷോ യുവർ കാലിബർ, എബിലിറ്റി. താങ്ക് യു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വേറിട്ട കാഴ്ചപ്പാടുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം. താങ്ക് യു വെരി മച്ച്.